പിന്നീട് സംസാരിച്ചിരുന്നു ഈ അറസ്റ്റിലായതിനു ശേഷം? ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്ക് എൻ്റെ കൂടെപ്പിറപ്പാണ്. നമുക്കൊരു ഉള്ളിലൊരു കുറച്ച് കഴിയുമ്പോൾ വിഷമം തോന്നുമ്പോൾ ഞാൻ പോയി കാണാറുമുണ്ട്, ഞാൻ സംസാരിക്കാറുമുണ്ട്. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. ഞാൻ ചോദിക്കുന്നത് അവൻ എന്തെങ്കിലും പനിയാന്നൊക്കെ പറയുമ്പോൾ പോയി കാണും, സംസാരിക്കും. അത് അവർ പോലീസുകാരുണ്ടല്ലോ, അതിൻ്റെ മുന്നേ വെച്ചിട്ട് നമുക്ക് അല്ലാത്ത ഇൻ്റർഫിയർ അവൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവനോട് നേരിട്ട് ചോദിക്കാം, നീ എന്താണ് നടന്നത്, സംഭവം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അതിനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ശരിയാണ്. ഇപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരും മുന്നേ വെച്ചിട്ടാണ് 400 കോടി രൂപ ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത്രയും ജനങ്ങളെ കൂട്ടി വിളിച്ചു വരുത്തി സംസാരിക്കണേ. 400 കോടി പോയിട്ട് 400 രൂപയെങ്കിലും അനന്തകൃഷ്ണൻ്റെ സാലറി എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. അതല്ലാണ്ട് അനന്തകൃഷ്ണൻ്റെ ഒരു തട്ടിപ്പ് പണം എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചു തരാൻ ഉറപ്പായിട്ട് ഞാൻ ഓക്കെയാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഈ പറഞ്ഞ തട്ടിപ്പ് പണം വന്നിട്ടില്ല. പിന്നെ എൻ്റെ അടുത്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകാർ 2 ആഴ്ച കണ്ടന്റ് ആക്കി ഉപയോഗിച്ചു. എന്താ തെങ്ങിൻതോട്ടം മുന്തിരിത്തോട്ടം എൻ്റെ പേർ കൊണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് തെളിയിക്കാൻ പറ്റും അങ്ങനെ മുന്തിരിത്തോട്ടം തെങ്ങിൻതോട്ടം ഉണ്ടെന്ന്? ഞങ്ങൾ എന്തോരം മാനസികമായിട്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടെന്നറിയോ? ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ഓരോരുത്തർ പറയുന്ന കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ജീവിക്കണോ മരിക്കണോ എന്ന അവസ്ഥയിൽ തന്നെ നിൽക്കുക. ഞങ്ങളുടെ പേർക്ക് ഒരു തെങ്ങിൻതോട്ടവും ഇല്ല, ഒരു മുന്തിരിത്തോട്ടവും ഇല്ല. ഈ പറഞ്ഞ 400 കോടി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് തെളിയിച്ച് കാണിക്കാൻ പറ്റുമോ? ഇല്ലാത്ത കഥകൾ ആൾക്കാരെ വിളിച്ചു വരുത്തി ഇത്രയും ശക്തമായിട്ട് പറയുന്ന ആൾക്കാർക്ക് ഈ പൈസ കൊണ്ട് തെളിച്ച് കാണിക്കാൻ പറ്റും. എന്താ സത്യാവസ്ഥ എന്ന് പോലും മനസ്സിലാവാനാണ് ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്. അതിൻ്റെ എന്ത് കാരണമുള്ളതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവർക്ക് എന്തെങ്കിലും പേഴ്സണൽ റിവെഞ്ച് ആണോ, അതോ അവർക്ക് അവരുടെ പാർട്ടി വളർത്താൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാരണങ്ങൾ? അനന്തകൃഷ്ണൻ ഇപ്പോൾ ജയിലിലാണെന്നുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അനന്ത് മുങ്ങാനും പോകുന്നില്ല. പിന്നീട് എന്തിനാ ഇങ്ങനൊരു പ്രക്ഷോഭം ഉണ്ടാക്കി ഞങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ട് തരുന്നത്? ഇത്രയും ജനങ്ങളെ വിളിച്ചു വരുത്തി ഞങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെയോ ഈ പറഞ്ഞ അഡ്വക്കേറ്റിനെയോ ആരും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഞങ്ങൾ എന്തിനാണ് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. അനന്ത് ജയിലിലാണ്. പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്, ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നുണ്ട്, കോടതിയിൽ കേസ് വരുന്നതാണ്. പിന്നെ എന്തിനാ ഇങ്ങനെയൊരു പ്രശ്നം ഞങ്ങൾ? ഇതിപ്പം
അവിടെ മാത്രമല്ല, വീട്ടിൽ മാത്രമല്ല, ഇവിടെയും വന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ കേസ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല.